ഹേ ഗൈസ്, എന്തൊക്കെയാണ്, സുഖല്ലേ? ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് പ്രൗഡ് മൊമെൻ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. അപ്പോൾ കുറേ ദിവസത്തെ പ്രയത്നത്തിന് ശേഷം ആ ദിവസം വന്നിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഡാൻസ് പ്രോഗ്രാം. ആൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഷൈയാണ്. അതുകൊണ്ട് എപ്പോഴും അമ്മനെ കൂട്ടിയിട്ടാണ് വരിക. നമ്മളിപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസിനായാലും പിന്നെ എന്തിലായാലും അമ്മൻ്റെ കൂടെ ഇങ്ങനെ ഷൈ ആയിട്ടാട്ടോ വരിക. പക്ഷേ ആൾ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് അമ്മയും മോളും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഡാൻസ് മാത്രമല്ല, ഇന്ന് മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ്. അമ്മയെ എന്താ പരിപാടി ഇന്ന് ഡാൻസ് ചെയ്യാൻ പോവാ? ആരുടെ ഡാൻസാ? ഏതാ പാട്ട്? പാട്ട് പറഞ്ഞു കൊടുക്ക്. പാട്ടില്ല എല്ലാവർക്കും അറിയണ്ടേ പാട്ട്. ആ, പൊളിക്കല്ലേ ഇന്ന്? ഓക്കെ. ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. അപ്പൊ ഇന്ന് ആമിക്കുട്ടിയുടെ എന്താണ്? ആമിക്കുട്ടിയുടെ ഡാൻസ് ആണ് ഇവിടെ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട്. എന്താ കളിക്കണേ? ഏത് ഡാൻസ് കളിക്കണേ? പമ്പ ഗണപതി പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് കളിക്കണേ. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഡാൻസിലേക്കുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കിനി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും സഹേച്ചിയോടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സഹേച്ചി ആരാന്നറിയില്ല, ആമീൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങി എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആമിക്കുട്ടി ഇന്ന് വിയർ ചെയ്യാൻ പോകുന്ന കോസ്റ്റ്യൂം. ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോ ആണ്. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് നമ്മുടെ ആമിക്കുട്ടിയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഫൗണ്ടേഷനാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഈ മേക്കപ്പ് ചെയ്യുന്ന ഞാനാണെങ്കിലും എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആമിക്കുട്ടിക്കാണ് കേട്ടോ. ആമിക്കുട്ടീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരിയാണ്. ആ ചിരി എപ്പോഴും ആ ഫേസിലുണ്ടാവും. ആ ചിരി തന്നെ നമുക്ക് കണ്ടാൽ നമ്മുടെ അന്നത്തെ ദിവസം സെറ്റായി. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭജനമടയിലാണ് പ്രോഗ്രാമുള്ളത്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉറക്കമൊഴിഞ്ഞിരിക്കണമല്ലോ എല്ലാവരും. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഒരു 8 മണി മുതലേ പരിപാടി, 8 മുന്നേ ഉണ്ട്. ഒരു 7:30 മുതലേ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ പരിപാടിയാണ് നേരത്തെ. അപ്പോൾ ആമീൻ്റെ പരിപാടി 8 മണിക്കാണ്. 8 മണി ഒരു 8:15 അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ മേക്കപ്പ് തുടങ്ങി. അപ്പോൾ ആമീനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതിനൊക്കെ ഉണ്ട്. പയ്യാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഒരു 5:45 ആകുമ്പോഴേക്കും 5:45-6 മണിക്ക് ആകുമ്പോഴേക്കും നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ മേക്കപ്പിൽ അങ്ങനെ പ്രോ ഒന്നല്ല, പക്ഷേ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കാരണം സെൽഫായിട്ട് മുന്നേ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഫിനിഷിങ്ങിൽ ഓക്കെ ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് എന്തായാലും ഫൈനൽ ലുക്ക് കാണാമല്ലോ. അങ്ങനെ ഫേസിൻ്റെ ബേസൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഐബ്രോസും പിന്നെ ഐ ഷാഡോസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഐ ഷാഡോ നമ്മളൊരു റെഡ് കളറാണ് ഇട്ടേക്കുണ്ടായിരുന്നത്. എന്താണ് 18 വയസ്സായിട്ട് കാണിച്ചെടുത്ത് ആ കുട്ടീനൊന്ന് കാണിക്കും. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോ കേട്ടോ. ഈ ഐഫോണിൻ്റെ ആഗ്രഹം പറഞ്ഞ ആളാണ് കേട്ടോ. ആമീൻ്റെ ചേച്ചി വാവൂസ് വന്നിട്ടുണ്ട്.
പൗസും മേക്കപ്പ് ഒക്കെ വേണ്ടി ചെയ്യുന്ന നോക്കിയിരിക്കുക. എന്നോട് മുന്നേ പറഞ്ഞു ചേച്ചി ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും വരും കേട്ടോ. ഇപ്പോൾ ഇതുവരെ മേക്കപ്പ് ചെയ്യാനൊന്നും വലിയ സീനില്ല കേട്ടോ. ആൾ നന്നായിട്ട് നിന്നിരുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി അടുത്ത കണ്ണെഴുതൽ പരിപാടിയാണ്. കണ്ണെഴുതൽ ആൾക്ക് വലിയൊരു സുഖമില്ലാത്ത പരിപാടിയാണെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കാം എന്താ പാടുമെന്ന്. കണ്ണടയ്ക്കാൻ പാടില്ല, കണ്ണടയ്ക്കാൻ പാടില്ല. മേലെ നോക്കട്ടെ. കണ്ണെഴുതൽ പരിപാടി വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. ഇനി മേലും താഴെ എല്ലാവരും വെച്ച് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മായിക്ക് ഇടയ്ക്ക് വാഷ്റൂം പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 5:30-5:45 ആകുമ്പോൾ വന്നതല്ലേ. അപ്പോൾ ഇനി വാഷ്റൂമിൽ പോയിട്ട് എന്തായാലും ഈ ഡ്രസ്സിങ് ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആകെ ഒരു പ്രശ്നമുള്ളത് ഈ വാഷ്റൂമാണ് കേട്ടോ. ഇങ്ങനെയിത് ആമിക്കുട്ടി വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ടുണ്ട്. കണ്ണെഴുതാൻ വാലിട്ട് കണ്ണെഴുതാൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത നമുക്ക് വാലിട്ട് കണ്ണെഴുതാം. നോക്കട്ടെ, ഇഷ്ടായോ കണ്ണെഴുതി? വാലിട്ട് കണ്ണെഴുതിയപ്പോഴേക്ക് ആമിക്കുട്ടി ആകെ മാറി. ആമിക്കുട്ടീനെ വണ്ടർ അടിച്ചിരിക്കുക, ഇത് ഞാനാണോ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതുവരെ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ നോസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഓൾറെഡി പിന്നെ ബ്ലഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പൊട്ട് കൂടെ വെക്കണം. ഫേസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് കൂടെ ഇടാനുള്ളൂ. ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഞങ്ങൾ കണ്ടുവച്ചത്. ഷൈ ചേച്ചിയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പം അടുത്തത് നമ്മളെ ഹെഡിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹെഡിലേക്ക് ഞാൻ ഉദ്ദേശിച്ചത് അവളെ ഹെഡിൽ ഹെയർ കുറവാണല്ലോ. അപ്പോൾ ബാക്കിലൊരു വട വെച്ച് കെട്ടാമെന്നാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ വടയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. വട, പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ ചന്ദ്രൻ സൂര്യനും, പിന്നെ പൂവ്, ഇതെല്ലാം ഉച്ചിപ്പൂവ്, ഇതൊക്കെ നമ്മൾ ആ ഒരു നെറ്റിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, പക്ഷെ അത് കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് കേട്ടോ ചെയ്തത്. ഇനി തല താത്ത കേട്ടോ. ചന്ദ്രനും സൂര്യനൊക്കെ ഉണ്ട്. ഒക്കെ കെട്ടണം. ഇനി അടങ്ങി നിന്നാൽ മാത്രം കെട്ടിത്തരും. തിരിക്കല്ല മോളെ തല. ഹെയർ ചെയ്യുമ്പോഴാണ് ഒരു ടെൻഷനുള്ളത്. കാരണം നമ്മൾ ഹെയർ പിന്നൊക്കെ കുത്തുന്നുണ്ട്. അപ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ട് കേട്ടോ വാക്ക്. അപ്പം ഞാൻ ഈ ചെയ്ത് വെച്ചത് കണ്ടില്ലേ, ഈ വടേൻ്റെ മേലെ ഉച്ചിപ്പൂവ്, അത് ഞാൻ ഓൾറെഡി ചരട് വെച്ച് കെട്ടി. എന്നിട്ട് അതിൽ കുറച്ച് ചരട് ബാക്കി ഉണ്ടായിട്ട് ആ ചരട് നമ്മൾ ഈ നെറ്റിൻ്റെ അവിടെ പിന്നെ അവളുടെ ഹെയറും വെച്ച് പിൻ ചെയ്യുക ചെയ്തത്. അപ്പം അങ്ങനെയാകുമ്പോൾ അവിടെ ഒതുങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ പിന്ന് കുത്തിയാലാണ് അങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. വട നല്ല വൃത്തിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ചുറ്റും നമ്മൾ പൂ വെക്കണം. നമ്മൾ വാടകയ്ക്ക് എടുത്ത ഒരു പൂവുണ്ട്, ആ പൂവും പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി പൂവുണ്ട്, അതും കൂടെയാണ് വെച്ചത്. അപ്പോൾ രണ്ടും കൂടെ വെച്ചപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. കുറച്ചുകൂടെ നമുക്ക് ഫേസിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് പൂവ്. അത് പിന്നല്ല, ഹെയർ പിന്ന സ്ലൈഡാണത് കണ്ടാ, ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണ്ടേ. മുടി കൊണ്ട കെട്ടാനുള്ള മുടി ഉണ്ടായിരുന്നു ലാമിയെ. മെയ്പ്പക്കല്ല, ഇനിയിപ്പോൾ പൂവിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തത് ഹെഡിൽ ചന്ദ്രനും സൂര്യനെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഈ ചരടിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഹെയർ പിന്ന് വെച്ചിട്ട് പിൻ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈൽ. ഗണപതി. ഓക്കെ സെറ്റ്.
ആരാ ആമീനെ ഡാൻസ് പഠിപ്പിച്ചെന്ന്? ആമിയ ചേച്ചി ഇപ്പൊ ഇട്ടുണ്ടോന്ന് അറിയില്ല. ആമയ്ക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ജലദോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂപ്പത്തി പതയിച്ച് നടക്കാന്ന് അവിടത്തെ വേക്ക മുഴുവൻ പോകും മിക്കവാറും. പൊക്കടോ. ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ ഹെഡിലുള്ള കാര്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഡ്രസ്സിങ് ഒക്കെ ഷടപടായി ചെയ്യാം. ഇനിയും ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഹെഡത്തെ പരിപാടിയൊക്കെ എങ്ങനെയും ഡ്രസ്സിങ്ങിലേക്ക് കിടന്ന് ഡ്രസ്സിങ്ങിൽ ഇപ്പം ബ്ലൗസ് ഓൾറെഡി ആൾ എത്തുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പാവാട പിന്നെ മേലേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ മറ്റുള്ള മൂടൊക്കെ ഒന്ന് മാറി തുടങ്ങി കേട്ടോ. ഹെയറിൽ ഈ എയർപിന്നൊക്കെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് ഇറിറ്റേഷൻ ആൾക്കുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെഡിയായി. ഫോണിലാണ് ഇപ്പോൾ എല്ലാ മൂഡും കിടക്കുന്നത്. ഫോൺ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. കഴിഞ്ഞില്ല അമ്മ. 8:15 മേക്കപ്പ് കഴിയണുള്ളൂ അമ്മ. 8:15. നിങ്ങൾ എവിടെയാ? ആൾക്ക് മേക്കപ്പ് ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ലപോലെ തന്നെ നിന്നുകൊണ്ടിരുന്നു. ഡ്രസ്സിങ് ആയപ്പോഴാണ് ചെറുതായിട്ട് മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആയത്. അത് ആ ഹെയറിൽ പിന്നൊക്കെ ചെയ്തപ്പോഴേ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേദന ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി തലയിൽ വെച്ചിട്ട് ചെറിയൊരു ഒരു നിഷ്കളങ്കമായ ഫേസ് ആയിട്ടുണ്ടാകുന്നത്. ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ 2 മാലയും പിന്നെ ബെൽറ്റും വളയൊക്കെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ആമിക്കുട്ടീനെ ഒന്ന് കാണാം കേട്ടോ. എന്താണ് കുട്ടിക്ക് അമ്മന്റെ ചുന്തിരിമണിയാണല്ലോ. നീനാപ്പൂ മിണ്ടണില്ലടോ. നീനാപ്പൂ അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് ഞങ്ങൾ ആമിക്കുട്ടി? സുന്ദരിയായില്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി ലിപ്സ്റ്റിക് കൂടെ ഇടാനുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫിനിഷ്. പിന്നെ കയ്യിലഴട്ട കാലിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് കൂടെ ഇട്ട സ്ഥിതിക്ക് നമുക്കൊരു ട്രാൻസിഷൻ കണ്ടാലോ ആമീൻ്റെ? ബൈ. ട്രാൻസിഷൻ അങ്ങനെ നൈസായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പം അല്ലറ ചില്ലറ ഒന്ന് ടച്ചിങ്ങും പിന്നെ കയ്യിൽ അൾട്ടർ ഇടണം. പിന്നെ ജസ്റ്റ് കയ്യിൽ നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെലങ്ക ഇടണം. അത് നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ നമ്മൾ പോകുന്നത് സ്റ്റേജിലോട്ടാണ് കേട്ടോ. നോക്കട്ടെ അമ്മിക്കുട്ടി. അങ്ങനെ ഞങ്ങളിത് മൊത്തത്തിൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് 2 വീലറിലാണ് അമ്പലത്തിലേക്ക് പോകണം. അതിനത്ര ദൂരമൊന്നുമില്ല. ഞങ്ങളും സഖീഷും പിന്നെ ആമിക്കുട്ടിയും 2 വീലറിലാണ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കാറിലാണ് കേട്ടോ വന്നത്. ഞങ്ങളെന്താ ആമിക്കുട്ടനെ ഒരു ഷാള് വെച്ച് മൊത്തത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാ പൊതിഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഡ്രസ്സൊന്നും ഇപ്പോഴേ കാണണ്ട, ഫേസ് ഒന്നും ഇപ്പോഴേ കാണണ്ട, അതിലിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ഞങ്ങളിതാ അവിടെ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ പേരൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് കയറാം. ആഘോഷം വളരെ ഭംഗിയായി നമ്മൾ കൊണ്ടാടുമ്പോൾ അടുത്ത പെർഫോമൻസ് ആണ് കേട്ടോ ഞങ്ങളത്. അപ്പം ആമി ഭയങ്കര എക്സൈറ്റഡിലാണ്. അതിനേക്കാളും എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ സയ്യേജിക്ക്. എനിക്കും അയ്യോ എനിക്ക് ഭയങ്കര ഒരു അതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ സ്റ്റേജൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു പ്രൗഡ് മൊമെൻറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വികാരമാണ് കേട്ടോ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പം നമ്മൾ ബാക്ക് സ്റ്റേജിലാണുള്ളത്. എല്ലാ മക്കളും ഉണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികളെ പെർഫോമൻസ് ഉണ്ട് ഇനി അവിടെ കേട്ടോ. അങ്ങനെ ആമീൻ്റെ ഡാൻസ് ഇതാ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ചിലങ്കയൊക്കെ വേഗം ഇട്ട് കൊടുക്കാന്ന് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് അവളെ ഡാൻസാണ്.
ഇനി ചലങ്കിക്കിട്ട് ഇനി അടുത്ത നമ്മളിതാ സ്റ്റേജിൽ കയറാൻ പോവാണ്. സോ വി ആർ സോ എക്സൈറ്റഡ്. അമ്മേമോൾ ഇതാ തൊഴുത് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയണ്ടല്ലോ, പതിപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓഡിയോ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്, കാരണം കോപ്പിറൈറ്റ് കാണിക്കും. പാട്ട് പമ്പ ഗണപതിയാണ്. അപ്പോൾ നിങ്ങളങ്ങ് പാടി ആസ്വദിക്കുക കേട്ടോ. ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കണ്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആദ്യം എന്നെ തിരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ല, അപ്പോൾ മൂപ്പരിരുന്ന് കരയുക. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ആമിക്കുട്ടനെ ഈ കോലത്തിൽ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല. പിന്നെ സയേച്ചിനെ കണ്ടപ്പോഴാണ് ഇത് ആമയാണല്ലോ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. പിന്നെ എന്താ കഥ, ഡാൻസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ സെലിബ്രിറ്റി ആയി ഗൈസ്. പിന്നെ ആരാധകരെ കൊണ്ട് തോറ്റു എന്ന് തന്നെ പറയാം. അവിടെ ആമിക്കുട്ടനെ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് ആമീനെ കണ്ടൊരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച്, മറ്റേക്ക് ഭയങ്കര ഡിമാൻഡ്, എന്തൊരു കുറവാണെന്നോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ. പിന്നെ ഫോട്ടോ എടുക്കാനും ഞാൻ മെല്ലെ നിർത്തി കൊടുത്തു. അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് ആളങ്ങോട്ട് മെയിനായി എയറിലെത്തിയിട്ടുണ്ട്. അടിപൊളിയാണോ അല്ലേ? അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇത് ആമീൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ആമീൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിക്കുക ആമീൻ്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആമീൻ്റെ അമ്മച്ചനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? അടിപൊളി. ഇനി നമ്മുടെ മാതാശ്രീനോട് ചോദിക്കാം. അടിപൊളി അടിപൊളി. ഞങ്ങൾക്ക് എത്ര എന്താ പറയാ, സന്തോഷം കൊണ്ട് കണ്ണീര് എഴുതരണം, അതാണ് പറയാനുള്ളത്. എനിക്ക് എല്ലാ ക്രെഡിറ്റ് അഭി പറഞ്ഞു കൊടുത്തത് അതുപോലെ ചെയ്തു. മേക്കപ്പിനിരുന്നത് നമ്മൾ അത്ര സമയം ഇരുന്നിട്ടും അഭി അത് ക്ഷമയോടെ 8 മണിയൊക്കെ ആകുമ്പോ കഴിഞ്ഞു. പെർഫെക്റ്റ് മേക്കപ്പ് ആക്കി അത്രയധികം എന്തൊരു പെർഫെക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്.
അബി ഉള്ളത് കൊണ്ട് എനിക്ക് എങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത്ര നന്നായിട്ടോ. ഇതിനേടാ എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, തെറ്റിക്കാതെ കളിച്ചു. എന്തായാലും എത്ര വയസ്സായി നമ്മള് പഠിക്കുന്നത്? ഒരു 2 ആഴ്ചത്തോളം 2-3 ആഴ്ചത്തോളം ഒക്കെ അല്ലേ പഠിക്കുന്നേ. അത് ആ ഒരു ഇതിനെ കൊണ്ട് തന്നെ പഠിച്ചെടുത്തില്ലേ ആമിക്കുട്ടിയെ? ഇത് ഇപ്പോഴും കയ്യിലുള്ള മുദ്രകളും വൈബ് വിട്ടതേ ഇല്ല കുട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി നമ്മള്? അടിപൊളി. എങ്ങനെ ഡ്രസ്സ്, കോസ്റ്റ്യൂം നല്ല രസമുണ്ട് അല്ലേ? ഇഷ്ടായി? ആമിക്ക് എന്താ പറയാളെ? ആമിക്ക് എങ്ങനെ ഉണ്ടായിന്? ഡ്രസ് ഇഷ്ടായോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അതില്? വളയും ഇഷ്ടായി. വള നോക്കട്ടെ. എന്തൊക്കെയാണ് കൈ ലൈക്ക് ചെയ്യണം. അപ്പൊ എന്താണ്? Get unready with me. വള അയക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ കുഞ്ഞു വളകൾ കണ്ടോ? ഇതൊന്നും ഞങ്ങക്ക് കാണിച്ചു തരാനുള്ള നേരെ കുഞ്ഞു വളകൾ നിങ്ങളിതാ അയച്ചു കളയുന്നു. പരിപാടി ഇത്ര ദിവസം കൈയിന്റെ കളർ ഉണ്ടാവോ? ഡാൻസർ ആയ എങ്ങനെയാ അതറിയില്ലല്ലേ? കുറച്ചുപാട് ഇടേനില്ലേ? കുട്ടിയേതായാലും ഉറക്കല്ലാത്ത കുട്ടിയായതുകൊണ്ട് നന്നായി. ഇനി ആമി ഒരു ഡാൻസർ ആയിട്ട് വരും. ആമിന്റെ ഗുരു സൂപ്പർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തണുപ്പിക്കാൻ പോവാണ് കൈയൊക്കെ അല്ലേ? മേക്കപ്പ് ഒക്കെ അങ്ങനെയല്ലേ സെറ്റ് ആയത്? തണുപ്പിച്ചിട്ട് കയ്യില് മേക്കപ്പ്, കയ്യില് വരെ ഞങ്ങൾ മേക്കപ്പ് ഇട്ടുണ്ട് കണ്ടോ? വൈറ്റ് വാഷ് അടിച്ചാണ്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ? റെഡ് അല്ലേ? അതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? അതറിയില്ല. അൾട്ട. ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് അടുത്ത ഡാൻസ് പൊട്ടിക്കണം കേട്ടാ. പൊട്ടിക്കണം. അടുത്ത നമ്മള് അടിപൊളി പാട്ടുമായിട്ട് വീട്ടിൽ വരും. നമ്മള് മാല കഴിക്കട്ടെ. മാലയ്ക്ക് ഞങ്ങള് സിമ്പിൾ ആയിട്ട് വരും കേട്ടോ. ഇതൊക്കെ ഞങ്ങള് സേഫ്റ്റിക്ക് കണ്ടോ പിൻ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഒന്നും ഇളകിയില്ല ഞങ്ങളെ ചാട്ടത്തിന്. അതാണ് എന്തൊരു ഒക്കെ നീറ്റ് പെർഫെക്റ്റ് ആയിട്ട് അല്ലേ? ഒന്നിനും ഒരു മാറ്റവും ഇല്ല. അതെ ഗൈസ്, ഞങ്ങളിപ്പോൾ ആമീനെ പഴയ ആമയാക്കാൻ പോവാണ്. ഡ്രസ്സൊക്കെ അഴിച്ച് ഹെഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇത്ര നേരമായിട്ട് ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിക്കണം. അപ്പോൾ ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റിലാ. എനിക്കത് അഴിക്കണ്ട, എനിക്കിതാക്കണ്ട, എനിക്കിത് കുറച്ചുകൂടെ ഇട്ട് തരുമോ? അപ്പോൾ ഓൾറെഡി നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഒരുപാട് സന്തോഷം. എനിക്ക് ഇങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടുന്നു ഞാൻ എൻ്റെ ലൈഫിൽ പോലും വിചാരിച്ചില്ല. അപ്പം അതിന് ആമിയോട് ആമീൻ്റെ അമ്മേനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. കാത് വലുതായി പോവൂലേ? പിന്നെ വേറെ വേറെ ജുംക്കുണ്ട് ഇവിടെ. അത് തരാം കേട്ടോ. ഇവിടെ ഉണ്ട് ജുംക്ക. വേണം എനിക്ക്? ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ജുംക്കി ഇട്ടുതരാം. ഇവിടെ കണ്ടോ? വേദന വരൂലേ? മെല്ലെ അയക്കാൻ പറ്റുള്ളൂ. ഇനി ഓരോന്നോരോന്ന് അയക്കുമ്പോൾ ഞങ്ങളിതാ പഴയ രൂപത്തിലേക്ക് മാറുകയാണ് അല്ലേ? പഴയ രൂപത്തിലേക്ക് മാറി നമ്മുടെ സുന്ദരി കുട്ടിയായ ആമിയെ നമുക്ക് തിരിച്ചു കിട്ടും. മുടിയൊന്നും പോകുന്നില്ല. ആകെ 4-3 പതുക്കെ വലിക്കുക, പതുക്കെ അങ്ങനെ എടുക്കരുത്. ഫുള്ള് പിന്നാ വേദനയാവും അങ്ങനെ വലിച്ചാല്.
കഴിച്ചപ്പോൾ നമ്മളെ കുട്ടി എങ്ങനെയുണ്ടെന്ന് എന്തായിട്ട് നടക്കാമിയ എന്നും ഇങ്ങനെയായ രസം ഉണ്ടാവൂല. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ രസം ഉണ്ടാവാമിയെ. അതെന്താ അങ്ങനെ പറയണതില്ലേ? പഴയ രൂപമാവുന്നു ആയില്ല. ഇത് മേക്കപ്പ് മാറ്റാനായില്ലേ? ദൂരട്ടെ ഡ്രസ്സൊക്കെ ഊരണ്ടേ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അഞ്ചാമത്തെ പോന്ന് പൂത തന്നെ പോന്ന്. ആഹാ അടിപൊളി സെറ്റിങ്സ് ആണ് അല്ലേ? മേക്കപ്പ് നല്ല സുഖം. ഇപ്പോഴാണ് കുട്ടിക്ക് സുഖം കിട്ടിയത്. ഇത് പോട്ടെ മെല്ലെ മെല്ലെ മെല്ലെ. ഇതിനാണിപ്പ പിന്നുകളൊക്കെ എന്താണ്? എന്താ അതിന്റെ ഉള്ളില്? ആണോ? ടാറ്റ പറഞ്ഞോ? ഇനി ഫേസ് റിമൂവ് ചെയ്യല്ലേ? ഫേസ് എവിടുന്നാ റിമൂവ് ചെയ്യുന്ന? വീട്ടിൽ പോയിട്ട് ഫേസ് റിമൂവ് ചെയ്ത് ഉറങ്ങാൻ പോവല്ലേ? എന്നാ പറഞ്ഞ